അയച്ചിട്ടുണ്ട്. അവർക്ക് വീടുകൾ പടുത്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏകദേശം 33 കടയായപ്പോൾ 33 വീടും ഞാൻ ഒപ്പം പണിതു കൊടുത്തിയ ആളാണ്. അല്ല, 33 കട പണിതു എന്നല്ല, 33 കടയ്ക്കൊപ്പം 33 വീടും ഞാൻ പണിതു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഈ അമ്മമാരെ ഉണ്ടല്ലോ, കുറച്ചു കാലം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കുണ്ടാവും, ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും, ജീവിതാവസാനം വരെ, അല്ലേ? പക്ഷെ ഇതുപോലെ ഒരു അമ്മയെ കിട്ടുമോ നമുക്ക്? അമ്മമാരൊരിക്കലും നമ്മളെ വിട്ടു, എന്തായാലും നമ്മളെ വിട്ടുപോകും. ആ വിട്ടു പോകുന്നിടം വരെ ഈ അമ്മമാർക്ക് 10 മാസം ചുമന്ന പെറ്റു വളർത്തി ഈ അമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, ജീവിതത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാരും അറിയേണ്ട കാര്യമാണ്. ഈ അമ്മമാരെ പോലെ അല്ലെങ്കിൽ അപ്പന്മാരെ നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ അവിടെ വില നമുക്കറിയില്ല. പക്ഷെ ഇവരെ സ്നേഹിച്ച് ഇവര് വളർത്തിയ പോലെ, അല്ലെ ഇവര് തന്ന ചോറുണ്ട് നമ്മൾ വളർന്ന പോലെ ഇപ്പൊ നമുക്ക് കിട്ടുമായിരിക്കും വലിയ വലിയ ഫുഡുകൾ, കറികൾ എല്ലാം. പക്ഷെ ഈ 4 നേരം ചൂടാക്കി തന്ന അമ്മയുണ്ട് എന്റെ ഒപ്പം. ഇറച്ചിയൊക്കെ 2-3 ദിവസം ചൂടാക്കി അത് കഴിച്ച സമയമുണ്ട് ഞാൻ. ഇപ്പോഴാണ് ഒരു ദിവസം നമുക്ക് ചിക്കൻ കിട്ടും, പിറ്റേ ദിവസം വേറെ ചിക്കൻ കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് 2-3 ദിവസം എന്റെ അമ്മ വഴുത്തുമായിട്ട് തരുമായിരുന്നു, എന്റെ ബുദ്ധിമുട്ട് അറിയിക്കാതെ. ആ അമ്മ ഇന്നിപ്പോ എന്റെ ഒപ്പമുണ്ട്. ആ അമ്മയുടെ സ്നേഹം വലിയ അമ്മയാണ്.